എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഓട്സ് മസാലയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടതെന്നും നോക്കാം. അതിനു മുമ്പായി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കുക്കിങ്ങിലേക്ക് പോകാം. ഓട്സ് തയ്യാറാക്കാനായി ഇതുപോലെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാൻ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി എണ്ണ ചൂടായി വന്നതിലേക്ക് അല്പം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ജീരകം പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതോടൊപ്പം തന്നെ 2 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഈ ഒരു എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 4 ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് തക്കാളിയാണ്. ഇതിപ്പോൾ ഒരു ചെറിയ തക്കാളിയുടെ ഒരു പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഓട്സ് മസാലയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് മിക്സ്ഡ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ കുറച്ച് മിക്സ്ഡ് വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ അല്പം സ്വീറ്റ് കോണും ബീൻസും അതുപോലെ ഗ്രീൻ പീസും കുറച്ച് ക്യാരറ്റ് പൊടിയായി കട്ട് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി വെജിറ്റബിൾസിലേക്ക് അല്പം മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ആദ്യം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ക്രഷ്ഡ് പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എരിവിനനുസരിച്ച് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പം ഹോം മെയ്ഡ് പെപ്പർ ആയതുകൊണ്ട് തന്നെ നല്ല എരിവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് അല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ വെജിറ്റബിൾസിലൊക്കെ ഈ മസാലയൊക്കെ നല്ലോണം മിക്സ് ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറെ മസാലപ്പൊടിയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഈ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ ഓട്സ് എടുക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം 1 കപ്പ് ഓട്സിന് ഇതുപോലെ അതേ കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയം ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓട്സിൻ്റെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഹോൾ ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ച് വെച്ച് വേണം ഇതിട്ട് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഈ മസാലയിൽ മിക്സാക്കി എടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഓൾ ഓട്സ് ആയതുകൊണ്ട് തന്നെ ഇത് അല്പം വേവുണ്ട് ഈ ഒരു ഓട്സിന്. അപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അല്പം മല്ലിയില കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓട്സൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മസാല ഓട്സ് വളരെ പെട്ടെന്ന് തയ്യാറായി. ഇനി ഇതിന് ഇതുപോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഈ സമയം ഇത് ചൂടോട് കൂടിയിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് കിടക്കുന്നുള്ളത്. അല്പം തണുത്ത് വരുമ്പോൾ ഇതിൻ്റെ സ്റ്റിക്നെസ്സൊക്കെ ഒന്ന് കുറഞ്ഞു വരും.
അപ്പോൾ വളരെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഓട്സ് റെസിപ്പിയാണിത്. അപ്പോൾ ഓട്സ് ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും. അത്രയും ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഇനി ഇതിലേക്ക് അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.